Hey guys, welcome back. ഇന്നത്തെ നമ്മുടെ പടമാണ് F1 starring Brad Pitt, Damson Idris right there. and Javier Bardem. Damson Idris നമ്മുടെ ഇഡ്രിസ് ആൽബയുടെ മോനല്ല. I had that doubt. Damson Idrisഉം ഇഡ്രിസ് ആൽബയും തമ്മിലൊരു റിലേഷൻ ഇല്ലെന്ന് പിന്നീടാണ് മനസ്സിലായത്. മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്ക്, സൂപ്പർ, സിംപ്ലി സൂപ്പർ. ചില ഫിലിംസ് ഉണ്ട്, അത് തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെയാണ് അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഫുള്ളി കിട്ടത്തുള്ളൂ. ആ ഒരു ലിസ്റ്റ് പെടുത്താൻ പറ്റിയ പടമാണ് F1. ഇത് വെറും നോർമൽ തിയേറ്ററിലല്ല, പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഐമാക്സ് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഫുള്ളി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഐമാക്സ് തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയത് കാണണം. ഈ ഫിലിം ഒന്നും OTT കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്ന് എനിക്കൊരു ഉറപ്പില്ല. കാരണം ഇത് ആ ഒരു തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കി വെച്ച മൂവീസ് ആണ്. ഈ ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജോസഫ് കൊസിൻസ്കിയാണ്. പുള്ളിയുടെ പ്രീവിയസ് മൂവി ആയിരുന്നു ടോപ്പ് ഗൺ മാവറിക്. ഇതിന്റെ സ്റ്റോറി കോറിട്ടൺ ചെയ്തിരിക്കുന്നത് പുള്ളി തന്നെയാണ്. സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പുതുമകളുള്ള ഒരു സ്റ്റോറി ഒന്നും അല്ല F1-ന്റേത്. കണ്ടിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനത്തെ സ്പോർട്സ് മൂവീസിൽ കണ്ടിട്ടുള്ള സിമിലർ പ്ലോട്ട് ലൈൻ തന്നെയാണ് പോകുന്നത്. ബട്ട് ദിസ് മൂവി ഹാഡ് ഇറ്റ്സ് മൂമെന്റ്സ്. ചില മൂമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റിൽ നമുക്ക് ആ ഒരു ത്രില്ല് തരാൻ പറ്റും. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷൻസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു നമുക്ക് തരുന്നൊരു ഒരു ആ ഹാർട്ട് ബീറ്റിന്റെ ഒരു സാധനം ശരിക്കും ഈ ഫിലിമിന്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഫിലിമിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ കുറിച്ച് വെച്ചു, ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കാണും. കാരണം ഈ ഫിലിമിന്റെ ആ ഒരു ട്രെയിലറിന്റെ ക്വാളിറ്റി തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു പക്ക തിയേറ്റർ മൂവിയാണെന്ന്. ടെക്നിക്കൽ ആസ്പെക്ട്സ് ഭയങ്കര ടോപ്പ് നോച്ച് ആയിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തോന്നിയത്. ഈ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നല്ല ടോപ്പ് വയ്ക്കുന്ന മൂവീസ് ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറെ സീൻസ് ഉണ്ട്, മറ്റേ വണ്ടിയുടെ അകത്തുള്ള ഇൻഹൗസ് കുറെ ഡ്രൈവിംഗ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണുന്ന സമയത്ത് ആ ഒരു നമ്മളാ വണ്ടിയുടെ അകത്ത് ഇരിക്കണം ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. അത്രയും പക്കയായതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ്. ഓൾസോ ഇതിന്റെ സിനിമാറ്റോഗ്രാഫറിന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ക്ലോഡിയ മിറന്റെ ആണ്. ക്ലോഡിയ മിറന്റെയും പ്രീവിയസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ടോപ്പ് ഗൺ മാവറിക്കിലായിരുന്നു. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള മൂവിയാണ് ബ്രാഡ് പിറ്റിന്റെ കൂടെ ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ. ആ സമയത്താണെങ്കിലും പുള്ളിയുടെ സിനിമാറ്റോഗ്രഫി ടോപ്പ് നോച്ച് ആയിരുന്നു. സെയിം തിങ്, പുള്ളിയുടെ ഒരു ഗ്രേഡ് താഴെ ഒട്ടും പോയിട്ടില്ല, ആ ഒരു ഗ്രേഡ് മുകളിലോട്ടേ പോയിട്ടുള്ളൂ. കാരണം ഇതിന്റെ അകത്ത് കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിങ്ങനെ ഒക്കെ നമ്മൾ ആ ഫിലിമിന്റെ ഉള്ളിൽ നിൽക്കുന്ന പോലത്തെ രീതിയിലായിരുന്നു ഷോർട്സും കാര്യങ്ങളൊക്കെ അവർ എടുത്തേക്കുന്നത്. ഈ ഫിലിമിന്റെ പേര് എഴുതി കാണിക്കുന്ന സമയത്തൊക്കെ കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ ഒരു ഷോർട്സിനൊക്കെ അതിന്റെ ഒരു ഗ്രേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മൂവിയുടെ അകത്ത്. പിന്നെ പറയേണ്ടത് മ്യൂസിക് ഇസ് ഡൺ ബൈ ഹാൻസ് സിമ്മർ. ഇതിന്റെ പല സീനുകളിലും ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക് തരുന്ന എലിവേഷൻ ഉണ്ടല്ലോ, അത് ആ ഒരു ഫിലിമിന്റെ ഫുൾ ഫീൽ ഹാൻസ് സിമ്മറിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിങ്ങിൽ വന്ന പുള്ളിയുടെ ആ ഒരു ക്രിയേഷൻ ഉണ്ടല്ലോ, അത് ഇതിന്റെ OST സൗണ്ട് ട്രാക്ക് ഇരുന്ന് വീണ്ടും യൂട്യൂബിൽ ഇരുന്ന് കേൾക്കാനിരിക്കുന്നത്. കാരണം അത്ര സൂപ്പർബായിട്ടുള്ള BGMസും കാര്യങ്ങളൊക്കെയാണ് ഹാൻസ് സിമ്മർ ഇതിന്റെ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ടു എൻഡ്, നിങ്ങൾ F1 തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഡോണ്ട് മിസ് ഇറ്റ്. പറ്റിയാൽ നിങ്ങൾ ഐമാക്സ് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഐമാക്സ് പറ്റില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 4DXലെങ്കിലും കാണണം. കാരണം ഈ പടം ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അത്രയും സെറ്റാണ് ഈ പടം. ഓൾസോ ഇതിൻ്റെ അത് കുറെ ക്യാമിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ക്രിസ് ഹെംസ്വർത്ത് ഒക്കെ ഉണ്ട്. പുള്ളിനൊക്കെ നിങ്ങൾ പ്രോപ്പർലി ഫിലിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണണം. എന്നാൽ മാത്രമേ പുള്ളിനെ കാണത്തുള്ളൂ. പിന്നെ F1-ലുള്ള പല റേസേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ലൂയിസ് ഹാമിൽട്ടനും മാക്സ് വെർസ്റ്റാപ്പനും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. F1 ഫാൻസുള്ള സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെയാണ് ഈ ഫിലിമിൻ്റെ അകത്തുള്ളത്. നിങ്ങൾ ഒരു റേസിംഗ് ഫിലിം ഫാൻ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പടം പോയി കാണണം. സോ ദാറ്റ്സ് F1 ഫോർ യു. ടേക്ക് കെയർ.